തീർത്ഥയാത്ര. തീർത്ഥയാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ തീർത്ഥയാത്ര പരിശുദ്ധ കന്യകാമാതാവിന്റെ നാമധേയത്തിലുള്ള അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലേക്കാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലാണ് ഈ ദേവാലയം പ്രസിദ്ധമായിരിക്കുന്നത്. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന്റെ മുഖ്യ അൾത്താരയാണിത്. പരിശുദ്ധ അമ്മ ത്രിലോകരാജ്ഞിയായി കിരീടം ധരിപ്പിക്കപ്പെടുന്നതിന്റെ രൂപം അൾത്താരയുടെ ഉന്നത സ്ഥാനത്ത് ചിത്രീകരിച്ചിരിക്കുന്നു. മനോഹരമായ സ്വർണ്ണതലങ്ങൾ ഈ അൾത്താരയുടെ ഭംഗിക്ക് പകിട്ട് വർദ്ധിപ്പിക്കുന്നു. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ചർച്ചിന്റെ മുഖ്യ അൾത്താരയിലെ രൂപക്കൂടും മദ്ബഹായും പോർച്ചുഗീസ് ശൈലിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുല്യവും പ്രാചീന ശൈലിയിലുമുള്ള കൊത്തുപണികളാൽ അലങ്കൃതമാണ് ഈ അൾത്താര. പരിശുദ്ധ കന്യകാമാതാവിന്റെ നാമധേയത്തിലാണ് ഈ ദേവാലയമെങ്കിലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പേരിലാണ് ഈ ദേവാലയം പ്രസിദ്ധമായിരിക്കുന്നത്. ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപം വളരെ പ്രാചീന ചരിത്രമുള്ളതാണ്. പോർച്ചുഗീസുകാരുടെ കാലത്ത് പുണ്യവാന്റെ 3 തിരുസ്വരൂപങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നു. അവയിൽ ഏറ്റവും ചെറുത് അതിരമ്പുഴക്കാരായ കച്ചവടക്കാർ വാങ്ങിയെന്ന് ചരിത്രം പറയുന്നു. അടിയേൽപ്പിക്കപ്പെട്ട തിരുസ്വരൂപം എന്നാണ് ഈ രൂപം അറിയപ്പെടുന്നത്. വിശുദ്ധന്റെ അമ്പേൽക്കാത്ത ഒരേ ഒരു തിരുസ്വരൂപം ഇത് മാത്രമാണ്. തിരുനാൾ ദിനത്തിൽ മാത്രമാണ് ഈ തിരുസ്വരൂപം വണക്കത്തിനായി പൊതുദർശനത്തിന് വയ്ക്കുക. ഈ വലിയ പള്ളിയുടെ പുനർനിർമ്മാണം 1962 ആരംഭിച്ച് 1966 പൂർത്തിയാക്കപ്പെട്ടു. പാശ്ചാത്യ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയത്തിന് 180 അടി ഉയരവും 55 അടി വീതിയുമുണ്ട്. കോട്ടയം നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ അക്കാലത്തെ പ്രാദേശിക ഭരണകൂടത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന എട്ടൊന്നുശ്ശേരി ഇല്ലവുമായി അഭേദ്യമായ ബന്ധമുള്ളതായി കാണാം. AD 835 ഈ ദേവാലയം സ്ഥാപിതമാകുന്നത്. അതിൻ്റെ പിമ്പിൽ ഒരു ഐതിഹ്യമുണ്ട്. അന്നത്തെ പ്രാദേശിക ഭരണകൂടം എന്ന് പറയുന്നത് എട്ടൊന്നുശ്ശേരി ഇല്ലമാണ്. എട്ടൊന്നുശ്ശേരി ഇല്ലത്തിൻ്റെ നമ്പൂതിരിക്ക് സന്താനഭാഗ്യമില്ലാതിരുന്ന സാഹചര്യത്തിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് സന്താനം ഉണ്ടായി എന്നതിൻ്റെ നന്ദിയായിട്ടാണ് മാതാവിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിതത് എന്ന് പറയപ്പെടും. കുറവലങ്ങാട് പള്ളിയായിരുന്നു ഇതിൻ്റെ തലപ്പള്ളി. ഇവിടെ നിന്നും കുറവലങ്ങാട് വരെ എന്നും പോയി ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു അത്. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഈ എട്ടൊന്നുശ്ശേരി ഇല്ലത്തിൻ്റെ സംഭാവന നൽകിയ സ്ഥലത്ത് മാതാവിൻ്റെ നാമത്തിൽ ദേവാലയം ഉണ്ടാകുവാൻ ഇടയായത്. ഇവിടെ 2 ദേവാലയങ്ങളുണ്ട്.
ദൈവമാതാവിൻ്റെ നാമത്തിലാണ് ഇടവക എങ്കിലും അതിരമ്പുഴപ്പള്ളി ആക്കിയത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള വലിയ തിരുനാളാണ്. രണ്ട് മുഖ്യ തിരുനാളുകളാണ് ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നത്: പരിശുദ്ധ കന്യകാമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും. ജനുവരി 19 മുതൽ ഫെബ്രുവരി 1 വരെ ആചരിക്കപ്പെടുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളാണ് ഈ ദേവാലയത്തിലെ വലിയ പെരുന്നാൾ. അതിരമ്പുഴ വലിയ പള്ളിയിലെ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ പെരുന്നാൾ സെപ്റ്റംബർ 3-ാം ഞായറാഴ്ചയാണ് ആഘോഷിക്കപ്പെടുന്നത്. കന്നിമാസ പെരുന്നാൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ 1647 ആരംഭിച്ചതായി രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ജനുവരി 19 കൊടി കയറി 26 വരെയാണ് തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. ദക്ഷിണേന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തസഹസ്രങ്ങൾ തിരുനാളിനെത്തിച്ചേരുന്നു. വലിയ പള്ളിയുടെ കുരിശുംതൊട്ടിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ കൽക്കുരിശ് ഒറ്റക്കല്ലിൽ തീർത്തതും 200 വർഷം പഴക്കമുള്ളതുമാണ്. 30 അടി ഉയരമുള്ള ഈ കൽക്കുരിശ് 2.5 അടി ഉയരത്തിൽ അഷ്ടകോണാകൃതിയിലുള്ള പീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഈ പീഠത്തിൻ്റെ മധ്യത്തിൽ കൽത്തൂണിന്മേൽ ഘടിപ്പിച്ചിട്ടുള്ള കൽവിളക്കുകൾ ഇതിൻ്റെ വശ്യത വർദ്ധിപ്പിക്കുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭദശയിലാണ് ഈ കൽക്കുരിശ് സ്ഥാപിതമായത്. കൽക്കുരിശിന് ചുറ്റുമായി സ്ഥാപിച്ചിട്ടുള്ള 72 ചുറ്റുവിളക്കുകളിൽ എണ്ണയൊഴിച്ച് ഉദ്ദിഷ്ടകാര്യത്തിനായി പ്രാർത്ഥിക്കുന്നതാണ് ഇവിടുത്തെ എണ്ണ നേർച്ച. വെള്ളിയാഴ്ചകളിൽ, പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ചകളിൽ എണ്ണ നേർച്ചയ്ക്കും മറ്റുമായി ഇവിടെ നല്ല ഭക്തജനത്തിരക്കാണ്. നൂറുകണക്കിന് വിശ്വാസികൾ എണ്ണ നേർച്ച വഴി ഉദ്ദിഷ്ടകാര്യം സാധിച്ചതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇടം, തടം, തെക്കേടം, വടക്കേടം, മാത്തൻകുന്ന്, മണ്ണാർകുന്ന് എന്നീ 6 കുടുംബങ്ങളാണ് ആദ്യം ഈ ഇടവകയിലുണ്ടായിരുന്നത്. കാലക്രമേണ ഇടവകയുടെ വിസ്തൃതി വ്യാപിക്കുകയും സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെല്ലാം തന്നെ ഈ ദൈവാലയത്തിൽ വന്ന് അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് അതിരമ്പുഴ ഫൊറോന പള്ളിയായി ഉയർന്നിരിക്കുന്ന ഈ ദൈവാലയത്തിന് 2500-ലധികം കുടുംബങ്ങൾ ഇടവകാംഗങ്ങളായിട്ടുണ്ട്. പൗരാണിക അതിരമ്പുഴയെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തമായ മധ്യ തിരുവിതാംകൂറിലെ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു. ആ നിലയിൽ ജലമാർഗവും കരമാർഗവുമുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിരമ്പുഴ വളരെ പ്രശസ്തമായ ഒരു കച്ചവട കേന്ദ്രമായി തീർന്നിരുന്നു. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന്റെ ചെറിയ പള്ളിയാണിത്. AD 835 സ്ഥാപിതമായ ആദ്യ ദേവാലയത്തിന്റെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. വലിയ പള്ളിയിൽ നിന്നും ഏതാണ്ട് 200 മീറ്റർ ദൂരമേ ഈ ദേവാലയത്തിലേക്കുള്ളൂ. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലാണ് ഈ ദേവാലയം ഇപ്പോൾ അറിയപ്പെടുന്നത്.
അതിരമ്പുഴയുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ അതിരമ്പുഴ ദേവാലയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. തദ്ദേശ സഭയെ വിദേശ മേൽക്കോയ്മയിൽ നിന്നും മോചിപ്പിക്കുന്നതിനു വേണ്ടി കരിയാറ്റി ജോസഫ് മൽപ്പാനും പാറേമാക്കൽ തോമാക്കത്തനാരും നടത്തിയ ഐതിഹാസികമായ ലിസ്ബൺ റോമ യാത്രയ്ക്ക് വേണ്ടതായ ഒരുക്കങ്ങൾ അതിരമ്പുഴയിൽ നിന്നാണ് നടത്തിയിട്ടുള്ളത്. അതിരമ്പുഴ ചന്തക്കടവിൽ നിന്നും വള്ളത്തിലൂടെ കായംകുളത്തെ അവരെ എത്തിച്ചതും അതിരമ്പുഴക്കാരുടെ ചുമതലയായിരുന്നു. അവരുടെ യാത്രാവിവരണ രേഖകളടങ്ങിയ പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം. ഈ പുസ്തകം അതിരമ്പുഴയിൽ തന്നെ ഉണ്ടായിരുന്ന സെൻറ്റ് മേരീസ് പ്രസ്സിലാണ് അച്ചടിച്ചിട്ടുള്ളതെന്നും അതിരമ്പുഴക്കാർക്ക് അഭിമാനകരമായ വസ്തുതയാണ്. അതുപോലെ തന്നെ 1928 മെയ് മാസം 8-ാം തീയതി നടത്തപ്പെട്ട അഖിലേന്ത്യാ ദിവ്യകാരുണ്യ കോൺഗ്രസ് അതിരമ്പുഴയുടെ ചരിത്രത്തിലെ അഭിമാനകരമായ ഒരു സംഭവമാണ്. വലിയ പള്ളിയെയും ചെറിയ പള്ളിയെയും ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ ഒരു പാലം നിർമ്മിക്കുകയും ആ പാലത്തിലൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തുകയും ചെയ്തു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. മാലാഖയ്ക്കടുത്ത് വിശുദ്ധ ജീവിതം നയിച്ച ബഹുമാനപ്പെട്ട ശന്താളമ്മയുടെ കബറിടമാണിത്. അതിരമ്പുഴ ആരാധനാ മഠത്തിലാണ് ഈ കബറിടം സ്ഥിതി ചെയ്യുന്നത്. വിവാഹ തടസ്സം മാറുവാനും സന്താനഭാഗ്യത്തിനുമായി അനേകർ മദറിന്റെ കബറിടത്തിങ്കൽ പ്രാർത്ഥനയുമായെത്തുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ദേവാലയത്തെ കേന്ദ്രീകരിച്ചാണ് ഈ പ്രദേശത്തുള്ള ജനങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് എനിക്കിവിടെ വന്നപ്പോൾ മുതൽ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ബെനഡിക്റ്റ് അച്ഛൻ്റെയും ശന്താളമ്മയുടെയും ഒക്കെ കബറിടത്തിലേക്ക് ധാരാളം വിശ്വാസികൾ തീർത്ഥയാത്രയായിട്ട് ഇവിടെ വരുന്നു. കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ധാരാളം ആൾക്കാർ ഇവിടുത്തെ നേർച്ചയിൽ പങ്കെടുക്കുവാനും വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ബഹുമാനപ്പെട്ട ബെനഡിക്റ്റ് ഓണംകുളമച്ചന്റെ കബറിടമാണ്. അകാരണമായി പല ദുരാരോപണങ്ങളും കേട്ട് ജീവിച്ചു മരിച്ച ഒരു പുണ്യാത്മാവ്. അച്ഛന്റെ കബറിടം സന്ദർശിച്ച് ഉദ്ദിഷ്ടകാര്യം പ്രാർത്ഥിക്കുവാനായി എത്തുന്ന ഭക്തരുടെ എണ്ണം ഈ ദേവാലയത്തിൽ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ഭീമാകാരമായ 3 പള്ളിമണികൾ 85 അടി ഉയരമുള്ള ഈ മണിമാളികയെ ഏറെ ആകർഷകമാക്കുന്നു. 1905 ജർമ്മനിയിൽ നിന്നും എത്തിച്ചതാണിത്. ഏറ്റവും വലിയ മണിയിൽ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ, രണ്ടാമത്തേതിൽ വിശുദ്ധ സെബസ്ത്യാനോസ്, ഏറ്റവും ചെറിയ മണിയിൽ പരിശുദ്ധ കന്യകാമറിയം എന്നിവ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 2500 കുടുംബങ്ങളിലായി 10,000-ഓളം വിശ്വാസികൾ വരുന്ന ഈ ദേവാലയം ചങ്ങനാശ്ശേരി അതിരൂപതയിലെ തന്നെ ഏറ്റവും വലിയ ഇടവകളിലൊന്നാണ്. 9-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭം മുതൽക്കേ ഈ ദേവാലയം മധ്യ തിരുവിതാംകൂറിലെ വിശ്വാസികളുടെ ഒരാത്മീയ കേന്ദ്രമായിരുന്നു. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അതിരമ്പുഴ ദേവാലയത്തിൻ്റെ ശില്പചാതുര്യം തന്നെ അതിൻ്റെ പൗരാണികതയുടെ മകുടോദാഹരണമാണ്. നാനം മുനം ലിപികളിൽ എഴുതപ്പെട്ട താളിയോലകളും ശിലാലിഖിതങ്ങളും ഈ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ശിലയിലും തടിയിലും ലോഹങ്ങളിലും തീർത്ത പുരാതന സാംസ്കാരിക ചരിത്ര പൈതൃകം ഉൾക്കൊള്ളുന്ന നിരവധി വസ്തുക്കൾ ഈ ദേവാലയത്തിലുണ്ട്.
ഈ പുതിയ ദേവാലയം 1962 വത്തിക്കാൻ കൗൺസിൽ ആരംഭിക്കുന്ന ആ ദിനത്തിലാണ് കല്ലിട്ടത്. വത്തിക്കാൻ കൗൺസിൽ സമാപിച്ച ദിനത്തിൽ അത് ആശീർവദിക്കുകയും ചെയ്തു. ദൈവദാസൻ കാവുകാട്ട് പിതാവാണ് ഈ ദേവാലയം കൂദാശ ചെയ്തത്. ദേവാലയത്തിനുള്ളിൽ നാം കയറിയാൽ നാം കാണുന്നത് പുരാതന പ്രസിദ്ധമായ മധുബഹയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുടിചൂടൽ, സ്വർഗീയമായ കിരീടധാരണം പശ്ചാത്തലമായി ആവിഷ്കരിച്ചിരിക്കുന്ന തങ്കത്താള് കൊണ്ട് നിർമ്മിച്ച മധുബഹയാണ് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയാവുന്നതാണ്. ഈ ദേവാലയത്തിൻ്റെ മണി തിരുനാൾ ദിനങ്ങൾ അടിക്കാൻ നേർന്ന് മലബാറിൽ നിന്നും വിദൂരങ്ങളിലൊക്കെ ആളുകൾ എത്താറുണ്ട്. അതിൻ്റെ കയറ് സംഭാവനയായിട്ട് നൽകും. അത് നേർന്ന മണി അടിക്കും. അതൊരു വലിയ ആത്മീയ അനുഭൂതി നൽകുന്ന കാര്യമായിട്ട് ഒരുപാട് ആളുകൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 60കളിൽ തേജോവധം ചെയ്യപ്പെട്ട് ഒരു കൊലപാതക കേസിൽ പ്രതിയാക്കപ്പെട്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് പിന്നീട് ഹൈക്കോടതി വെറുതെ വിട്ട ബെനഡിക്റ്റ് അച്ഛൻ്റെ കബറിടമാണ്. അദ്ദേഹം മരിക്കുന്നതുവരെയും അദ്ദേഹത്തെക്കുറിച്ചുള്ള സംശയം ആളുകൾ മനസ്സിൽ നിന്നിരുന്നുവെങ്കിൽ അദ്ദേഹം മരിക്കുന്നതിന് 10 മാസം മുമ്പ് യഥാർത്ഥ പ്രതിയുടെ ഭാര്യയും മക്കളും വന്ന് കുറ്റമേറ്റു പറയുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തത് ഒരു സത്യമാണ്. അതോടുകൂടിയാണ് ബെനഡിക്റ്റ് അച്ഛന് ആളുകൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി. കൂടുതൽ ആളുകൾ കബറിടത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം സഹിച്ച സഹനത്തെക്കുറിച്ച് ആളുകൾക്ക് ധാരണയുണ്ടായി. ഒരുപാട് ആളുകൾ വന്ന് ദൂരെ പ്രദേശങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലം കിട്ടുകയും സൗഖ്യം അനുഭവപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ADGPമാരും DGPമാരും ഒക്കെ ഇവിടെ ഈ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിരവധി ചരിത്ര സംഭവങ്ങൾക്കും തലമുറകൾക്കും സാക്ഷ്യം വഹിച്ച ഈ അതിരമ്പുഴ ദേവാലയത്തിൽ ഇന്നും ഭക്തജനത്തിരക്ക് ഏറിവരുന്നു. പരിശുദ്ധ കന്യകാമാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും അനുഗ്രഹം അവർക്ക് ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നിരാശകൾക്ക് പ്രതീക്ഷയായി, പ്രാർത്ഥനകൾക്ക് ഉത്തരമായി ഈ ദേവാലയം അതിരമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ തീർത്ഥയാത്ര ഇവിടെ പൂർത്തിയാകുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും അനുഗ്രഹം നിങ്ങൾക്കേവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് യാത്രയാവുകയാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.